നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് ലോക സുവിശേഷവൽക്കരണത്തിനായി പ്രയത്നിക്കുന്ന അമേരിക്കൻ മാധ്യമമായ അസെൻഷൻ പ്രസ് മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്തയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വിശ്വാസികൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച ഫാദർ മൈക്ക് ഷിമിറ്റ്സിന്റെ ദ ബൈബിൾ ഇൻ എ ഇയർ, ദ കാറ്റഗിസം ഇൻ എ ഇയർ എന്ന പോഡ്കാസ്റ്റ് പരമ്പരകൾക്ക് ശേഷം ഇന്ത്യൻ ഭാഷകളിൽ ബൈബിൾ പഠനത്തിനായി ബൈബിൾ ഇൻ എ ഇയർ ഇന്ത്യ എന്ന പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നുവെന്ന് അസെൻഷൻ പ്രസ് അറിയിച്ചു. അസെൻഷന്റെ ബൈബിൾ ഇൻ എ ഇയർ എന്ന പോഡ്കാസ്റ്റ് പരമ്പര ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളുമായി ബന്ധിപ്പിച്ച് ഇന്ത്യൻ ഭാഷകളിൽ ബൈബിൾ പഠനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈബിൾ ഇൻ എ ഇയർ ഇന്ത്യ ആരംഭിക്കുന്നത്. 1998 അസെൻഷൻ ആരംഭിച്ച നാൾ മുതൽ ഇംഗ്ലീഷിലും സ്പാനിഷ് ഭാഷയിലുമാണ് അസെൻഷൻ പ്രസ് തങ്ങളുടെ സുവിശേഷവൽക്കരണം നടത്തിയിരുന്നത്. എന്നാൽ ഈ അടുത്ത നാളുകളിലായി അസെൻഷന്റെ പരിപാടികൾക്കെല്ലാം ലോകമാസകലമുള്ള വിശ്വാസികളിൽ നിന്ന് വൻ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രാദേശിക ഭാഷകളിൽ തങ്ങളുടെ സംപ്രേഷണങ്ങൾ വ്യാപിപ്പിക്കുവാൻ അസെൻഷൻ പ്രസ് തീരുമാനിക്കുകയായിരുന്നു. അസെൻഷന്റെ മലയാളത്തിലെ ബൈബിൾ സ്റ്റഡി പോഡ്കാസ്റ്റ് നയിക്കുന്നത് അനുഗ്രഹീത വചനപ്രഘോഷകനായ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലായിരിക്കുമെന്ന് അസെൻഷൻ പ്രസ് അറിയിച്ചിട്ടുണ്ട്. 2005 വൈദികനായ ഡാനിയൽ അച്ഛൻ കോളേജ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് മുഴുവൻ സമയ സുവിശേഷ പ്രഘോഷണത്തിനായി ജീവിതം സമർപ്പിച്ചത്. ആഗോള മലയാളി വിശ്വാസി സമൂഹത്തിൽ വിശുദ്ധ ബൈബിളിനോടുള്ള സ്നേഹം വളർത്തുവാനും ബൈബിൾ പഠനം വിശ്വാസികൾക്ക് ലഭ്യമാക്കുവാനും അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഡാനിയൽ അച്ഛന്റെ അസെൻഷനിലൂടെയുള്ള മലയാളം ബൈബിൾ സ്റ്റഡി പോഡ്കാസ്റ്റ് ലോകമാസകലമുള്ള മലയാളി വിശ്വാസികൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. 2025 ജനുവരി 1 മലയാളം പോഡ്കാസ്റ്റ് ആരംഭിക്കുമെന്ന് അസെൻഷൻ അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.